അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, ഉസ്താദന്മാരുണ്ട്, ചോദിച്ചു നോക്കൂ. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. മരണമൊഴി, ഞാനൊരു കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. ദുനിയാവിലെ പ്രതിഫലം മരണത്തിന് ശേഷമല്ല, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹു നിന്നെ ഒരു ദിവസം പോലും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കടന്ന് സുഖിച്ചവള് വിചിന്തിക്കുന്നു, ഇയാളൊന്നും തീരുന്നില്ലല്ലോ അല്ലേ? ഭാര്യ മരണമാക്കി, സ്വന്തം മക്കള് മരണമാക്കി. പള്ളിയിലെ ഉസ്താദന്മാർക്ക് അറിയാം. എന്നിട്ട് പറയും, എന്റെ ഉപ്പ രോഗം പിടിച്ചിട്ട് കിടക്ക, കണ്ടിട്ട് സഹിക്കണില്ല ഉസ്താദെ, ഒന്ന് തീരാൻ ദുആ ചെയ്യൂ. പള്ളിയിലെ ഉസ്താദന്മാരെടുക്കൽ വന്നിട്ട് പറയും, എന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് കിടക്കുന്നു, വേദന സഹിക്കുന്നുണ്ട്. ഇയാള് പറയണട്ടോ ഇയാളെ സഹിക്കണേന്ന്. ഈ മോൻ പറയണേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നേന്ന്. എന്റെ വാപ്പ രോഗം പിടിച്ചിട്ട് വേദന സഹിക്കണത് കണ്ടിട്ട് സഹിക്കണില്ല, നോക്കാൻ വയ്യ. വന്നിട്ട് പറയാ, മരണം ഖൈറാണെങ്കിൽ എന്റെ അർത്ഥം എന്തേ? വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനെ കഴിയുന്ന ചങ്ങായിമാരെ. അല്ലാഹു അലം. രോഗിയാണെങ്കിലും നിനക്ക് വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ കാണാൻ ഒരു മനുഷ്യനില്ലേ? രോഗം പിടിച്ചിട്ട് കിടന്ന് സഹിക്കുകയാണെങ്കിലും നിനക്ക് പറയാനും കാണാനും ഒന്ന് അടുത്തിന്ന് സലാം പറയാൻ ഒരു വാപ്പയും ഉമ്മ ഉണ്ടല്ലോ. ഇല്ലാത്തവനെ അതിന്റെ വേദന അറിയൂ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം മക്കള് മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ, സ്വന്തം ഭാര്യ മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ. വാപ്പ അങ്ങനെ കടന്നുപോയ എല്ലാരും നമ്മളെ വെറുക്കും. അങ്ങനെ കടന്ന വലിയ ദുരിതവാ, പക്ഷെ അങ്ങനെ കടന്ന സ്വർഗവാ. നിങ്ങൾ പറയാറുണ്ടല്ലോ, അവനൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ അനുഭവിക്കണേ. മനുഷ്യൻ ഭാഗ്യവാനാ, നാളെ അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ അവന് സ്വർഗവാ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ മക്കളെയൊക്കെ വളർത്തുന്നത് വെറുതെയാ. അള്ളാഹു, ഞാൻ ഈ അടുത്ത് പള്ളിയിൽ പോയി എന്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ, പത്തനാടുത്ത് എന്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ ബാക്ക് സൈഡിലെ ഗേറ്റ് അടച്ചിട്ടിരിക്കണം. ഫ്രണ്ടിൽ കൂടെ കയറി പോകുന്ന സമയത്ത് ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ മുന്നിൽ നിൽക്കണ്. ചെറുപ്പക്കാരിയാ. എന്നോട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മോൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല, കുറച്ചു നേരമായി. എനിക്ക് അശുദ്ധിയാ, പള്ളിക്കകത്തൂടെ കയറി പോകാൻ പറ്റൂല, ഒന്ന് ഉസ്താദ് വിളിച്ചോണ്ട് വരൂ. ആ പെണ്ണ് വിചാരിച്ചു ഞാൻ പള്ളിയിലെ ഉസ്താദാണ്. അല്ലാഹുവേ, ഞാനിങ്ങനെ ഖബർ സിയാറത്ത് പള്ളിക്കാട്ടി പോയപ്പോ കാണുന്നില്ല. പള്ളിക്കാട്ടി പോയി നോക്കി കാണുന്നില്ല. ഒരു ചെറിയ മുത്താലിമായ പയ്യൻ അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. എങ്ങനെ പോയി നോക്കുമ്പോ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറിയ മോൻ, 10-11 വയസ്സുണ്ട്. ഒരു മോൻ ഇങ്ങനെ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട്, അവനെക്കാളും നീളണ്ട കല്ലിന്. ആ കല്ലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന കരയാ. അല്ലാഹു, ഞാൻ അങ്ങനെ പോയിട്ട് പൊക്കിയെടുത്തവനെ, വലിയ കഷ്ടപ്പെട്ട് പൊക്കിയെടുക്കാൻ. പൊക്കിയെടുത്തപ്പോ പറയാ, എന്റെ ഉപ്പ എന്റെ ഖബറാ ഉസ്താദ്, ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. മോൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് തിരിച്ചു പോവാ. ഖുർആൻ പഠിക്കുന്ന മോന വീട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ വാപ്പയോട് യാത്ര പറയാ. അപ്പാടെ ഖബറിന്റെ ചാരത്ത് മീസാൻ കല്ലി കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് ദുആ ചെയ്ത് എഴുന്നേക്കുമ്പോ എന്നോട് പറയണു, ഉസ്താദെ, ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യൂ. ഞാൻ എന്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയതാ. ആ 11 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, എന്റെ ഉപ്പാന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ, നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചവരുണ്ടല്ലോ, ഒരു യാസീൻ ഓതാൻ അറിയാവോ നിനക്ക്? കുറ്റപ്പെടുത്തല്ല. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് രാത്രി പള്ളിക്കാട്ടി പോയി നിന്ന് നിന്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്? സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഖബറിന്റെ ചാരത്ത് പോയി ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട് സഹോദരങ്ങൾ. അല്ലാഹു അലം. ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ മക്കളെ? ഇന്ന് രാത്രി എന്റെ മോനെന്ന് പറയണ ഉപ്പമാർ ഒരുപാടുണ്ടല്ലോ. വീട്ടിൽ ചെന്നിട്ട് നീ നിന്റെ മോനോട് ചോദിക്കടാ, ഞാൻ ഇന്ന് രാത്രി മരിച്ചാ നാളെ ജുമയ്ക്ക് മുമ്പ് വീടിന്റെ പുറകിൽ ഒരു ടാർപ്പ് വലിച്ചു കെട്ടിയിട്ട് എന്നെ കട്ടിലി എടുത്ത് കടത്തുമല്ലോ കുളിപ്പിക്കാൻ. എടാ, നീ കുളിപ്പിക്കോ? സ്വന്തം ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എത്ര മക്കളുണ്ട്? അല്ലാഹു അലം. എന്തിനാ ഉപ്പ നീ കഷ്ടപ്പെട്ട് വളർത്തിയ? നീ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്കെന്താ നേട്ടം? നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ പള്ളി കൊണ്ടുവെക്കുമ്പോ ഇമാമ് കയറി നിന്നിട്ട് ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ നിസ്കരിക്കാൻ?
മാമ ചോദിക്കും, മക്കളൊക്കെ തല കുനിച്ചെന്നിട്ട് പറയും നിങ്ങൾ നിന്നോളെ, ഓൻ അറിയില്ല 4 തക്ബീർ പറഞ്ഞിട്ട് അതിനിടെ പറയേണ്ടത് എന്താണ്. അല്ലാഹു വേല, എന്താ നേട്ടവാ സഹോദരങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മോനെ പോലെ പറയണം, സ്വന്തം മോൻ പറയാണ്ട് കരുത്. നാട്ടുകാരൻ പറയുന്നവനെ വല്ലവന്റെ മകനല്ല, നിന്റെ മോനായിട്ട് ഞാൻ ചോദിക്കാം. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു 11 വയസ്സുകാരൻ വാപ്പയുടെ മീസാങ്കല്ലി കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയണ ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ് ഉസ്താദ്, 11 വയസ്സല്ലേ വാപ്പ ഉള്ളൂ, നിനക്ക് 50-60 ആയല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിയാൽ അറദിൽ ഉംറനെ തൊട്ട് അള്ളാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അള്ളാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തില്ലേ, നിനക്ക് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 നിന്റെ ജനാസ കണ്ടിട്ട് ഇറങ്ങി പോന്നവൻ പറയും, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പാപ്പ ഒരൊറ്റ സൂറത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ സൂറത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം നിന്റെ മയ്യത്ത് മക്കൾ ആരെന്നറിയാം. ഇവിടുത്തെ പള്ളിയിലേക്ക് മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അള്ളാഹുവെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കുളിപ്പിച്ചെടുത്ത് പുതച്ചു വെച്ചിട്ട് എല്ലാരും നിന്റെ വീട്ടിൽ കരയണ സമയത്ത് മയ്യത്ത് കെട്ടിൽ എടുത്തു വെക്കൂലേ. വീട്ടിലേറ്റവും കൂടുതൽ മരിച്ച വീട്ടിലേറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന ശബ്ദം എന്നറിയോ? അള്ളാഹുവെ മയ്യത്തെടുക്കുന്ന സമയ എല്ലാരും ഇങ്ങനെ വാ പൊട്ടി നെഞ്ചു പൊട്ടിയിട്ട് കരയാ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോല്ലേ, എനിക്ക് ആരുമില്ലേ. പെണ്ണ് കരയണ എങ്ങനാ? ഭാര്യ കരയണത് എപ്പോഴും നിങ്ങൾ ചിന്തിക്ക്. ഭാര്യ കരയണ എങ്ങനെയെന്നറിയോ? ഭർത്താവിന്റെ മയ്യത്തെടുക്കുമ്പോ ഭാര്യ കരയണത് എനിക്കിനി ആരെന്നാ, അല്ലാതെ അയാൾക്ക് അങ്ങനെ തിരിച്ചല്ലേ ചോദിക്കണ്ടേ. ഇവക്ക് ഉള്ള വാപ്പയും ഉമ്മയും മക്കളും കൂടെ പുറപ്പല്ലാണ്ട് പള്ളിക്കാട്ടി പോണ ആ മനുഷ്യൻ ആരുണ്ട്? ആരുമില്ല. അതിനെ കുറിച്ചില്ല. എനിക്കിനി ആരുണ്ട്? എന്നെ വിട്ടിട്ട് പോയല്ലോ എന്റെ മക്കൾക്ക് ആരുണ്ട്? അല്ലാഹു അലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യ നിനക്ക് അള്ളാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജനാസ മലക്ക് ചുമക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 പേര് മയ്യത്ത് കട്ടിൽ തോളിലെടുത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരുമല്ലോ. ആപ്പാ മയ്യത്ത് കട്ടിലിന്റെ മുമ്പിൽ 2 മലക്കൾ ഇങ്ങനെ നിൽക്കണം. മയ്യത്ത് കട്ടിലിന്റെ മുന്നിൽ അല്ലാഹുവേ 6 മലക്കുകൾ നിന്റെ ജനാസ തോളിലെടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരണം. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ ഈ നാട്ടിൽ ഖബർ വിളിക്കണ മനുഷ്യനുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ. ഇവിടെ ഖബർ വിളിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോ ഈ വയലിന്റെ സദസ്സിലുണ്ട്, ഒന്ന് ചോദിക്കുപ്പ. ഈ വയലിന്റെ സദസ്സിലുണ്ടാകല്ലോ, ചോദിക്ക്. ആരെയെങ്കിലും ഖബറടക്കാൻ കുഴി വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധം ഉണ്ടായിരുന്നു? അറിയില്ലെങ്കിൽ വയലിന് വന്നിട്ടില്ലെങ്കിൽ നാളെ വീട്ടിൽ പോ. ഈ നാട്ടില് ഖബർ കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയാമെങ്കിൽ നാളെ രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമല്ലേ, ആ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്ക്, ആരെയെങ്കിലും ഖബറടക്കാൻ വേണ്ടി കുഴി വെട്ടിയപ്പോ മണ്ണിന് സുഗന്ധം ഉണ്ടായിരുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം അവനെ ഖബറടക്കാൻ വേണ്ടി മണ്ണ് കുഴിയെടുക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 34ാമത്തെ വയസ്സിൽ വഫാത്തായി. 4 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. 4 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോയി. എല്ലാരും കരഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ജനാസ കൊണ്ടുപോകുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ മയ്യത്തിന് ഭാരമില്ലല്ലോ നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മലക്കുകളാ സഹാബ മയ്യത്ത് ചുമക്കണേ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഖബർ കുഴിച്ച മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം, അടിയിലോട്ട് പോകും തോറും സുഗന്ധം കൂടിക്കൊണ്ടിരുന്നു. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചിട്ട് വീട്ടിൽ പോയി നോക്കിയപ്പോ കസ്തൂരി ആയിരിക്കാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഖബർ കുഴിച്ച മനുഷ്യൻ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ എങ്ങനെ കിട്ടിയടാ ഈ പ്രതിഫലം? എങ്ങനെ കിട്ടി സഅദേ?
ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയമുള്ള വാപ്പമാരോട്, ഉപ്പ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉപ്പ നിന്നെയും പഠിപ്പിച്ചില്ല, പക്ഷെ നിന്റെ മക്കളെങ്കിലും നീ പഠിപ്പിക്കുക. എടെ മക്കളെയെങ്കിലും കൊച്ചുമക്കളെയെങ്കിലും ഒരു ഹാഫിദ് വേണ്ട നിന്റെ വീട്ടിൽ. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇതുപോലെ മുത്താലിമ്യങ്ങൾ എനിക്കറിയാം. ഇതുപോലെ എത്രയോ കുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ, ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ. എന്ത് പ്രതിഫലമെന്നറിയോ? ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു പയ്യന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഹാഫിദിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. അള്ളാഹുവേ, അവനെ കബറടക്കിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞ് കുഴി വെട്ടി നോക്കിയാലും അതുപോലെ തന്നെ കിടക്കും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരാളെങ്കിലും വേണം നമുക്ക്. എൻ്റെ പ്രിയമുള്ളവരെ കൊണ്ട് വെള്ളിയാഴ്ച രാവ ഞാൻ നിർത്തുകയാ. വെള്ളിയാഴ്ച രാവ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 2 മലക്കുകൾ, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ മരിച്ച വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്തൊരു മലക്ക് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞത് മുതൽ നാളെ ഉച്ചവരെ നീ ചെയ്ത എല്ലാ നല്ല കാര്യവും കബറിൽ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പോയിട്ട് മലക്കുകൾ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ നിന്റെ ഉപ്പ കബറിൽ കിടന്ന് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് പറയും, അല്ലാ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചോനെ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചോനെ. കബറിൽ കിടന്നിട്ട് വാപ്പയും ഉമ്മയും പറഞ്ഞ് സന്തോഷിക്കും, നിനക്ക് വേണ്ടി ദുആ ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നീ ചെയ്ത പാവം, കള്ളു കുടിച്ചത്, പെണ്ണ് പിടിച്ചത്, ഫോൺ വിളിച്ചത്, സിനിമ കണ്ടത്, സീരിയൽ ഇത് കണ്ടത്, ഇതെല്ലാം നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പറഞ്ഞു കൊടുക്കുമ്പോ ആ പാവങ്ങൾ കബറിൽ കിടന്ന് നെഞ്ചുപൊട്ടി കരയും. അല്ലാഹുവേ, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നുപോയല്ലോ അല്ലാ, ഇങ്ങനെ ഒരുത്തരെയാണല്ലോ അല്ലാ ഞാൻ പോറ്റി വളർത്തിയത്. അല്ലാഹുവേ, പടച്ചവനെ, അവൻ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കബറിൽ കടന്ന് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില മക്കളുണ്ട് ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളെ ഉച്ചയ്ക്ക് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിന്റെ മുന്നിൽ പോയി മലക്കുകൾ, അല്ലാഹുവേ, അവരെ ചിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ചിരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും നാളെ ഖബറിൽ കടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ തമ്പുരാനെ, മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈ സദസ്സ് നീ അതിനൊരു സബബാക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ മൈക്ക് സെറ്റുകാരന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. ഈ മൈക്ക് സെറ്റുകാരന് ഈ പരിപാടിയുടെ ചെലവ് അൽഹംദുലില്ലാഹ് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒരു ചെറിയ സദക്ക, ഞങ്ങൾക്ക് വേറൊന്നുമില്ല, കട ആകാതിരുന്നാ മതി. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ഉപ്പയും ഉമ്മയും കബറിൽ കിടക്കല്ലേ. എത്ര വെള്ളിയാഴ്ച കരഞ്ഞ വാപ്പ ഒരിക്കലെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ. എത്ര പ്രാവശ്യം അല്ലാഹുവേ എൻ്റെ ഉപ്പാനെ ഉമ്മാനെ നീ കരയിപ്പിച്ചവൻ, ഒരിക്കലെങ്കിലും ഒരു വെള്ളിയാഴ്ചയെങ്കിലും അവരൊന്ന് ചിരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമുള്ള മക്കള്, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണം, കൈവെക്കണമെന്ന്. എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നാൽ എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അല്ലാഹുവേ, ഒരു ചെറിയ സദക്ക ഞാൻ ചോദിക്കുന്നു. മാതാപിതാക്കളുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ഒരു ചെറിയ സദക്ക അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു 313 രൂപ കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും എൻ്റെ കൈവെക്കാം. ഇതല്ല, ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 കുലൂ തക്ബീർ 14 15 16 അൽഹംദുലില്ലാഹ് വേണം. 25 പേര് വേണം എൻ്റെ മനസ്സിലതാ. 16 ഇൻഷാ അല്ലാഹ്, 17 ഇൻഷാ അല്ലാഹ്, പൊങ്ങട്ടെ, 18 ഇൻഷാ അല്ലാഹ്, 19 20 21 22 23 ഇൻഷാ അല്ലാഹ്, 24 25 ഇൻഷാ അല്ലാഹ്, 26 കുലൂ തക്ബീർ 26 പോട്ടെ. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. 26 ഒരു 4 പേര് കൂടെ ഇൻഷാ അല്ലാഹ്. 27 28 ഇൻഷാ അല്ലാഹ്, 2 പേരും കൂടെ. 29 30 31 അൽഹംദുലില്ലാഹ് കുലൂ തക്ബീർ 32 കുലൂ തക്ബീർ. ഒരാളുടെ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാപ്പ. ആരാപ്പ? ഓനപ്പാണ്.
33 അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ഖൈറു ബർക്കത്തും അള്ളാഹു ചൊരിയുമാറാകട്ടെ. അള്ളാഹുവേ ഇവരൊക്കെ മനസ്സിൽ എന്ത് കരുതിയോ അള്ളാഹുവേ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാൻ. പെണ്ണുങ്ങളുടെ ഭാഗത്തൊരു 33 പെണ്ണുങ്ങളും കൂടെ ഉണ്ടാ. ഒന്ന് പോയിട്ട് വരും. എവിടെ അപ്പൊ പെണ്ണുങ്ങളിരിക്കണേ? അപ്പുറത്താ. ഒന്ന് പോയിട്ട് വരി. ഒരു മാസത്തെ കേബിളിന്റെ പൈസ, ഒരു മാസത്തെ കേബിളിന്റെ പൈസ ഉമ്മാടെ കബറിലേക്ക് ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളൊക്കെ സീരിയൽ അൽഹംദുലില്ലാഹ്. മഅദനി ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗിയായി കിടക്കുന്ന മാതാപിതാക്കളോട് അള്ളാഹു കരുണ കാണിക്കുമാറാകട്ടെ. അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് എളുപ്പത്തിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞില്ലേ? ദുആ ചെയ്യാൻ കഴിഞ്ഞില്ലേ? പെണ്ണുങ്ങൾ എത്ര പേര് തന്ന അബീബ്? ആരെങ്കിലും ഒന്ന് പോയിട്ട് വരും. ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പെട്ടെന്ന് സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. എത്ര എല്ലാവരും എഴുന്നേക്കപ്പ. ആരപ്പ ബഹളം? എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക. സൂറത്തൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അങ്ങോട്ട് അടുത്ത് നിൽക്ക്. നിങ്ങൾ ഇങ്ങോട്ട് 313 രൂപ ചോദിച്ചപ്പോ ഈ ഉഷാറ് കണ്ടിരുന്നെങ്കിൽ എപ്പോഴും സ്വർഗം കിട്ടിയ. അടുത്തേക്ക് ദുആ ചെയ്യും. അപ്പൊ പുറത്തേക്കാണ് കച്ചവടക്കാരൻ എല്ലാരെയും ഒഴിവാക്കി വിട്. ബർക്കത്ത് ഇനി അവിടെ കച്ചവടം നടത്തിയാൽ ബർക്കത്ത് കിട്ടൂല. കേറ്റിക്കും. ഈ പ്രസംഗം ലൈവ് കണ്ടിട്ട് ഹൈദരലി എന്നൊരു സഹോദരൻ സൗദിയിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടൊക്കെ ആൾക്കാരിരുന്നപ്പോൾ അള്ളാഹു അവിടെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പ്രവാസികളാണ്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജോലിയിൽ എല്ലാവിധ ഖൈറു ബർക്കത്തും അള്ളാഹു ചൊരിയുമാറാകട്ടെ. അവരുടെ അവസാനം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ വല്ലതും തന്നോപ്പാ? ഒരു മാസത്തെ കേബിളിന്റെ പൈസയല്ലേ ചോദിച്ചുള്ളൂ. ഒരാളെങ്കിലും തന്നോ? അതാ സന്തോഷം. അള്ളാഹു ഇങ്ങോട്ട് അടുത്ത് നിൽക്കുമ്പോ എന്തിനപ്പോ ഒരു അകൽച്ച? സ്വർഗത്തിൽ വാ, ദുആ ചെയ്യ, ആമീൻ പറ. പൈസ ഒന്നും വേണ്ട, കേറി നിൽക്കാൻ ദുആയ. ഇനിയാണ് ഏറ്റവും വെള്ളിയാഴ്ച രാവ കയറി നിന്ന് പുറത്തിക്കണവരൊക്കെ അല്ല. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി. 33 ആണുങ്ങൾ പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങളും വേണം കേട്ടാ. 33 എണ്ണത്തിന് വേണം. ഷാക്കല്ലയുടെ സുഖമില്ലാന്നും കണ്ട് പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ പാവപ്പെട്ടവൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കും. അല്ലാഹുവേ പടച്ചവനെ, ഈ പറഞ്ഞ സലാത്തിന്റെ ബർക്കത്തുണ്ട്. രോഗം കൊടുക്കുന്നവൻ നീയാ. അത് മാറ്റാൻ നിനക്കൊരു മരുന്നിന്റെ ആവശ്യമില്ല. ഈ ചെയ്ത 33 പേര് ചെയ്ത ഈ 313 രൂപയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ നീ ആരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഈ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് കണ്ട പുഞ്ചിരി നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ശരീരത്തിന് രോഗം പിടിച്ചാലും മനസ്സിന് നീ രോഗം കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂൽ. കഴിഞ്ഞ എത്ര പെണ്ണുങ്ങൾ തന്നപ്പോ? വല്ല ആരെങ്കിലും തന്ന പ്രമാണം എഴുതി വാങ്ങാം ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. സമയം 11:30 ഇൻഷാ അല്ലാഹ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. എന്താ ഇതിന്റെ സ്ഥലപ്പേര്? അമ്മാവി വീടോ? അമ്മ വീട്. എന്തായാലും അറിയാലോ, സ്ഥലം മനസ്സിലായല്ലോ. 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഖുർആനിലെ താക്കീത് നല്ല വിഷയ. അയാൾ പറയുന്നവൻ ആള് പോരായെങ്കിലും വിഷയം നല്ല വിഷയ. കഴിയുമെങ്കിലും പങ്കെടുക്കുക. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇത്രയും നേരം ഇബാദത്ത് ചെയ്തു. ഇത്രയും നേരം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 2 വരിയുള്ള ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ ഉറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
രാത്രി കിടക്കണ സമയത്ത് ഈ 2 വരി ഓതിയാൽ നീ ഉണരുന്നത് വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞപ്പോ വല്ലതും തന്ന ഒന്നുമില്ല, വേണ്ട വിട്ടേരെ, വേണ്ട, ഇനി പൈസ ഒന്നും വേണ്ട. സദക്ക കൊടുക്കണമെങ്കിൽ അതിന് സദക്ക കൊടുക്കണമെങ്കിൽ എഴുതുക, പ്രമാണമല്ലേ മേടിക്ക്. ഇട്ട് നോക്ക് മനുഷ്യന്മാരെ, ബക്കറ്റ് മുന്നിൽ വരുമ്പോ 1 രൂപ എടുത്ത് നീ ഇടാൻ പോകുമ്പോ 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും, പൈസ കൊടുക്കല്ലേ, അല്ലോ സ്വർഗമല്ല വലുത്, സ്വർണം പൈസയൊക്കെ കൊടുക്കല്ലേ. 70 എണ്ണത്തിനെ കൊന്നാലേ 1 രൂപ സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 22 കഴിഞ്ഞതല്ലേ ഉള്ളൂ, 33 കഴിയട്ടെ. 1 രൂപ സദക്ക ചെയ്യുമ്പോ 70 ശൈത്താന്മാര് കൈ പിടിച്ചിട്ട് പറയും, കൊടുക്കല്ലേ, കുറഞ്ഞു പോകുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ. 313 രൂപയിൽ ബാക്കി 12 എണ്ണത്തിന് എത്ര കൊല്ലണം കണക്കൂട്ടി നോക്കുക. ശൈത്താന്മാരെയൊക്കെ ചവിട്ടി ഞെരിച്ചിട്ട് 33 പേര് കൊടുത്തു. അവിടെ 22 ആയതേ ഉള്ളൂ. സീരിയൽ കാണുന്ന പൈസ അടി നല്ലത് സ്വർഗമൊന്നും അല്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. അപ്പൊ 2 ചാൻസാണ്. 50 വർഷത്തെ പാപം പൊറുക്കുന്ന ഒരു സൂറത്ത്. ഇന്ന് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന 2 വരിയുള്ള ആയത്ത് ഏത് വേണം മനുഷ്യന്മാർ? ഇന്ന് രാത്രി മുതൽ സുബഹി വരെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന 2 വരിയുള്ള ആയത്ത്, 50 കൊല്ലത്തെ പാവം പൊറുക്കണ, സ്വർഗം നിർബന്ധമായിട്ടും കിട്ടണ സൂറത്ത് ഏത് വേണം? 2 കൂടെ താങ്ങൂല, ഏതെങ്കിലും വരണം. 6-ാം തീയതി വരണം. ഏത് വേണം? തീരുമാനിക്കും മനുഷ്യന്മാരെ. ഇങ്ങനെ കേൾക്കാൻ എല്ലാവർക്കും ഉഷാറാ, പക്ഷെ ജീവിതത്തിൽ ചെയ്യാൻ. ഇപ്പൊ ഒരെണ്ണം ഇന്ന് പഠിക്കും, ഒരെണ്ണം പിന്നെ ഇൻഷാ അല്ലാഹ്. ഏത് വേണം? 50 കൊല്ലത്തെ പാവം പൊറുക്കണ സൂറത്ത് ഇന്ന് പഠിക്കാം. രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന സൂറത്ത് നമുക്ക് പിന്നെ പഠിക്കാം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ചിരിക്കും മനുഷ്യന്മാരെ, പൈസ ചോദിച്ചതിന്റെ പണക്കൊക്കെ മാറ്റി. അതൊന്നും കൊണ്ട് ഇല്ലേ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയും. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, 2 നിലയുള്ള ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് ഒരു യത്തീമായ കൊച്ചിനെ കെട്ടിക്കാനോ വല്ലതും തരാൻ പറഞ്ഞാല് ഒരു 100 രൂപയുടെ നോട്ട് കൊണ്ടുവന്നിട്ട് പറയും ഒന്നുമില്ലാന്ന്. അവന്റെ വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്. ലക്ഷങ്ങൾ വീടിനകത്ത് വെച്ചിട്ട് വെളിയിൽ വന്ന് 100 രൂപ തന്നിട്ട് പറയും ഒന്നുമില്ല. അങ്ങനെ അവൻ 10 പ്രാവശ്യം പറഞ്ഞു, അതങ്ങ് അറം പറ്റി. ഇപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം ബാങ്കിൽ കിടക്കാം. എന്തിനാ അയാളെ കുറ്റം പറഞ്ഞു? ശരിയല്ലേ? നമ്മൾ പറഞ്ഞാക്കിയതാ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം എനിക്ക് വലിയ ഗ്ലാമർ ആണെന്ന് പറയരുത്, ചിലപ്പോ ഉള്ളതും കൂടെ പോകും. കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ ആക നമ്മൾ പറയാറുണ്ട്. എല്ലാരും മക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രൊഫൈലായിട്ടിടും. മക്കളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ വാപ്പായും മോനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ ചങ്ങായിമാരെ. സ്വന്തം മക്കളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത്. കണ്ണേറ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, നിന്റെ മക്കളെ കബറിലെത്തിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണേറ് മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് ഗ്ലാമർ, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. നിന്റെ മക്കളെ പള്ളിക്കുഴി എത്തിക്കും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. കണ്ണീർ വല്ലാത്തതാ. ഇസ്ലാമിലുണ്ട്, ഇല്ലയോ ഇല്ലെന്നൊക്കെ പിന്നെ മക്കളുടെ ഫോട്ടോ ഒന്നും എടുത്തിടരുത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ട് കൊള്ളാം, നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും. ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് കൊള്ളാം, ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ആക്കി. അള്ളാഹു നമ്മളാ ഇനി അങ്ങോട്ട് ആക്കുന്നതിനെ തൊട്ട് കാക്കുമാറാകട്ടെ. ഇപ്പൊ ആഴ്ചയിൽ 24,000 ഉണ്ട്. അത്രയും ഇനി എന്നെക്കാട് താഴെ പോയി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നൊരു സൂറത്ത് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 കൊല്ലത്തെ പാവാ മനുഷ്യ, നീ ചെയ്തത് നിനക്കറിയാലോ. നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ. അത് മുഴുവൻ അള്ളാഹ് പുറത്തു തരണമെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സോടെ കൂടി ഓതി, ഇഖ്ലാസോടെ കൂടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഓത്, സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാര് ചിരിക്കണ, അളിയ ഇയാള് കൊള്ളാം, നിസ്കരിക്കൊന്നും വേണ്ട, ഓതിയ പറയാം. ഐസട്ടയിലെങ്ങും പെയിന്റ് അടിച്ചേക്കരുത് കേട്ടാ.
ആ പണി പറ്റൂല, നിസ്കരിച്ചിട്ടാ ഓതേണ്ടത്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോ. മൈക്ക് സെറ്റുകാരന്റെ പേരെന്താപ്പാ? ഷാനവാസ, ഒരു 313 രൂപ കൊടുത്തേക്കണം കേട്ടോ. നിനക്ക് വേണ്ടിയാ ഞാൻ കഷ്ടപ്പെടുന്നത്. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എത്ര പേര് തന്നല്ലേ? 10-30 ഇൻഷാ അല്ലാഹ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ സ്വീകരിക്കൂലേ? ദുആ സ്വീകരിക്കൂലേ? ഇതെന്താപ്പാ നിയമസഭയാ? ദുആ സ്വീകരിക്കൂലേ? എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തിനാ? സംശയമുള്ള കാര്യത്തിൽ. അപ്പൊ നിനക്ക് ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് സംശയമാണ് അല്ലേ? സംശയമുള്ള കാര്യത്തിനാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ്, അതിനർത്ഥം നിനക്ക് അല്ലാഹനെ വിശ്വാസമില്ല. അങ്ങനെ പറയാൻ പാടില്ലെന്നാ. അങ്ങനെ പറയാൻ പാടില്ല. ദുആ ചെയ്താ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് പറയരുത്. വേറെ എന്തിനു പറഞ്ഞാലും അതിൽ പറയരുത്. അതിനർത്ഥം നിനക്ക് സംശയമുണ്ടെന്നാ. അള്ളാഹു നമ്മുടെ സംശയം മാറ്റി തരുമാറാകട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് അവസാനം ദുആ ചെയ്യുമ്പോ ഈ സംശയമാണെങ്കിൽ ഒരുത്തനറിയാം ഞാൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. പിന്നെ ഓൻ ദുആ ചെയ്താൽ സ്വീകരിക്കൂ? ഒരാൾക്കറിയാം ഞാൻ ചെയ്താൽ സ്വീകരിക്കത്തില്ല, നല്ല സിന്നെ സ്വീകരിക്കൂ? ഇല്ല. അപ്പൊ ഈ കൂട്ടത്തിൽ നിൽക്കണ ചിലത് നമ്മൾ എന്ത് ചെയ്യണം? ഇറക്കി വിട്ടിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഓനെ കൂടെ നന്നാക്കണ്ടേ? ഓനെ കൂടെ നന്നാക്കണ്ടേ? ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഒരു കഥ, 1 മിനിറ്റ് നിന്നൂടെ? 1 മിനിറ്റ് നിന്നൂടെ? അള്ളാഹു പരലോകത്ത് നിൽക്കുന്നവരെ തൊട്ട് കാക്കട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നരകവാസികളിൽപ്പെട്ട 2 ചെറുപ്പക്കാര് നരകത്തിന്റെ മതിൽ ചാടി രക്ഷപ്പെട്ടു. വെളി ചാടി 2 പേരും നോക്കിയപ്പോ സ്വർഗം കണ്ടു. ഓടി സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിൽ മലക്കുകൾ പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. 2 പേരെയും അള്ളാഹു നോക്കിയിട്ട് പറഞ്ഞു, വന്ന വഴിയെ തിരിച്ചു പോക്കോളാം, വന്ന വഴിയെ തന്നെ തിരിച്ചു പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ പോടാന്ന് പറഞ്ഞു. അവനങ്ങ് പോയി, തിരിഞ്ഞു പോലും നോക്കിയില്ല, പൂക്കളഞ്ഞൊറ്റ പോക്ക്. എന്നാൽ 2ാമത്തെ ചെറുപ്പക്കാരോ അവൻ പോയില്ല. അവൻ അള്ളാന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു, പോടാ, നിന്റെ കൂട്ടുകാരൻ പോയി, ഞാൻ പോകത്തില്ല പടച്ചവൻ, ഞാൻ പോകൂല. വാശി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്, അള്ളാനെ നോക്കുക. ഇവന്റെ ഈ നോട്ടം കണ്ടിട്ട് അള്ളാഹു ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? എന്താ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ലാ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെ ഒന്നുമല്ല കരുതിയിരുന്നേ. അള്ളാഹു ചോദിച്ചു, നീ പിന്നെ എന്നെ കുറിച്ച് എന്താ കരുതിയിരുന്നേ? ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ നരകത്തിൽ നിന്ന് ചാടിയാ നീ പിടിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാ. എന്നിട്ടും പിന്നെ ഞാൻ ചാടി വന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവേ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹുവേ, നിന്റെ അടിമ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി ഞാൻ നിന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറയുമെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത്. നീ എന്നെ തിരിച്ച് നരകത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൽ ഒരു നല്ല പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് ആ കൊടുംപാവിക്ക് അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിൽ കിടന്നവൻ അറിയായിരുന്നു ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ളാഹ് എനിക്ക് സ്വർഗം തരുമെന്ന്. നിങ്ങൾ നിൽക്കണം സ്വർഗത്തില്ല. ഓന്റെ അത്ര പോലും ഈമാൻ നിങ്ങളിൽ പലർക്കും ഇല്ലാതെ പോയി. അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ദുആ ചെയ്താൽ സ്വീകരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട, സ്വീകരിക്കും അള്ളാഹ്. ഞാനൊരു ചെറുപ്പക്കാരനാ, 30 വയസ്സായിപ്പ. മൈക്ക് കിട്ടുമ്പോ പൊട്ടം മാവിലെറിയുമ്പോ മാങ്ങ വീഴുന്ന പോലെ അള്ളാഹ് ഒരു അനുഗ്രഹം തന്നു. ഉസ്താദന്മാരുടെ ഒക്കെ ദുആ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ആരുടെയും മനസ്സ് വേദനിപ്പിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കുറിച്ച് ആരെ എനിക്കും അറിയില്ല, എന്നെ നിങ്ങൾക്കും അറിയില്ല. അപ്പൊ ആരെയും മനസ്സ് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ വാഴ്ന്നു പറയാറുമില്ല. ഇവിടെ ആരുടെയെങ്കിലും മനസ്സിന് ഇനി വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു, പൊരുത്തപ്പെട്ട് തരിക. എന്നെ അള്ളാഹുവിന്റെ മുന്നിൽ പിടിച്ചു നിർത്തരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇൻഷാ അല്ലാഹ്. എന്താപ്പാ 23 പേര് 313 രൂപ. എന്തായാലും അവിടെ ഒറ്റ സംഖ്യ കിട്ടിയല്ലോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എന്നെ ആരും നോക്കണ്ട, ദുആ ചെയ്യണം. ഞാൻ നിങ്ങളെക്കാളും താഴെയാണ്, നിങ്ങളെക്കാളും താഴെയാണ് ഞാൻ. എന്നെ നോക്കണ്ട, നിങ്ങൾ എന്നെക്കാളും നല്ലവര് നിങ്ങളാ.
നിങ്ങളുടെ ആരുടെയെങ്കിലും ആമീൻ ഒന്നുമില്ലെങ്കിൽ ഈ സദക്ക ഈ കൊച്ചു കുട്ടികളുടെ ആമീനെങ്കിലും അള്ളാഹു കബൂലാക്കും. എൻ്റെ മനസ്സിലുള്ളതൊക്കെ കരുത്. ഇന്ന് ജീവിതത്തിന്റെ അവസാനത്തെ രാത്രിയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ ദയാലുവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ ഗഫൂറായ അല്ലാഹ്, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാട് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ലേ റഹ്മാനെ. ഇനി പോകാൻ ഞങ്ങൾക്ക് വേറെ ഒരു ഇടമില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നീ പുറത്തു തരണേ അല്ലാ. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഞങ്ങൾ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല തമ്പുരാനെ. നന്നാവാൻ ഒരവസരം കൂടെ തരണേ അല്ലാ. നന്നാവാൻ ഒരവസരം കൂടെ നീ ഞങ്ങൾക്ക് താ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്. ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ റബ്ബേ. ട്യൂമർ നൽകല്ലേ അല്ലാ. ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നീ നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ റബ്ബേ. ഞങ്ങൾ നൊന്തുപറ്റ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും ഖബറിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മരിച്ചവരെ വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവര് ഖബറിൽ കിടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളെ തരല്ലേ പടച്ചവനെ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളെ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. പടച്ചവരെ, മാതാപിതാക്കളുടെ ജനാസ കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ തെണ്ടി നടക്കുന്ന മക്കളെ തരല്ലേ അല്ലാ. പടച്ചവരെ, ഞങ്ങളുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ, കള്ളുകുടിയനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ അല്ലാ. വ്യഭിചരിച്ച് നടക്കുന്നവനെ ഞങ്ങളുടെ മയ്യത്തിന്റെ ഇമാമാക്കല്ലേ റബ്ബേ. പലിശക്കാരനെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിൽ നീ പങ്കെടുപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം തരണേ അല്ലാ. നല്ല മരണം തരണേ റബ്ബേ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ റബ്ബേ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ട് പോകുന്ന 40 പേര് ഞങ്ങളെ കുറിച്ച് നല്ലത് പറയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കുറിച്ച് 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവിടത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ 11:30 വരെ രോഗം പിടിച്ചിട്ട് പോലും ഈ സദസ്സിലിരുന്ന ഉപ്പമാരെ നീ മറക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നല്ല മരണം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാക്കണേ അല്ലാ.
നന്മയുടെ ഭാഗത്തൊരുമിക്കുന്നവരാക്കണേ അല്ലാ, തെറ്റ് കണ്ടാ തിരുത്തുന്നവരാക്കണേ അല്ലാ. പടച്ചവരെ ഒരു നല്ല ഭാവിയും നല്ലൊരു ജീവിതവും നല്ല ഒരു ഇണയെയും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാണ്, ഇനിയും നീ വേദനിപ്പിക്കല്ല അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, വെളിയിൽ പറയാ മടിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. ആ പാപികളെ നീ കണ്ണുനീര് കുടിപ്പിക്കല്ലേ പടച്ചവരെ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദഖ ചെയ്തവർക്ക് മുഴുവനും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അഭിവൃദ്ധിയും നീ നൽകണേ തമ്പുരാനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ മുഴുവൻ ആൾക്കാരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ പിഞ്ചു മക്കളെ നീ യതീമീങ്ങളാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ല റബ്ബേ, ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുവോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവരെ, വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പണമില്ല, മരുന്ന് വാങ്ങാൻ പണമില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, 5 നേരം നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഈ നെറ്റിത്തടം ഒരാളുടെ മുന്നിലും താഴ്ത്തേണ്ട അവസ്ഥ നീ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ റബ്ബേ, ഇസ്സത്ത് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരം തരല്ലേ അല്ലാ. റിയാ നൽകല്ലേ അല്ലാ, സൂയ നൽകല്ലേ അല്ലാ. ഖൗഫ് നൽകണേ അല്ലാ, ഖുശൂഅ നൽകണേ അല്ലാ, തവാദുഅ നൽകണേ അല്ലാ. ഞങ്ങളെ മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ, എത്രയോ നാളുകളായി പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ മറക്കല്ലേ അല്ലാ. ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ല അല്ലാ. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ലാ. ആര് കളിയാക്കിയാലും നീ അവരെ കളിയാക്കല്ലേ അല്ലാ. അവരുടെ ലക്ഷ്യങ്ങൾ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവരെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. ഞങ്ങളെ നീ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ അല്ലാ. പടച്ചവനെ, എന്റെ പല പരിപാടികളുടെയും സംഘാടകർ ഈ സദസ്സിലുണ്ട്, അവരെ നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാ സഹായവും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഈ ദുആയ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആയ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ വാപ്പ 6 അടി മണ്ണിനകത്താണ്, ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. എന്റെ ഉമ്മയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ഭാര്യ നീ സാലിഹത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ ഹാഫിലാക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെ നീ ഹാഫിലാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഈ ശബ്ദം നിലനിർത്തി തരണേ റബ്ബേ. അഹങ്കാരം തരല്ലേ അല്ലാ. ജനങ്ങള് വലിയ വാഴ് പറയുന്നവനാണെന്ന് പറയാൻ വേണ്ടി പ്രസംഗിക്കുന്നവനാക്കല്ലേ അല്ലാ. പടച്ചവനെ, മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഉണ്ട്, നീ എന്നോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അവർക്കൊക്കെ നീ നല്ല ഭാവി
ഭാവിയും നല്ലൊരു വിജയവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ദുആ ചെയ്യുന്നവനിലേക്ക് നോക്കാതെ ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിന് പകരം ഈ ദുആ സ്വീകരിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ നംഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് തന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ജീവിത മാർഗങ്ങൾ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗിയായ ഒരു ചെറുപ്പക്കാരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആ പൊന്നുമോനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരുടെയും കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആയുസ്സിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈമാനിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നീ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നീ നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നീ മരിക്കുമ്പോഴും നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ സ്വാലിഹെന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാഹുവേ ആ ഉസ്താദിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തന്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ഖൈറു ബർക്കത്തും നീ ചൊരിയണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ മഅദനി ഉസ്താദിനെ നീ മോചനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. എത്ര കൊല്ലമായല്ലാ നീ കരുണ കാണിക്കണേ അല്ലാഹ്. നീ കരുണ കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദുആക്കല്ലേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാഹ്. ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റബ്ബ്. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ നാഥാ. اللهم رب ارحمهما كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه اللهم صل على محمد يا رب صل. സമയം താമസത്തിൽ ക്ഷമ ചോദിക്കുന്നു എല്ലാവരും ഒരു കൂടപ്പുറപ്പിനെ പോലെ കരുതി ദുആ ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.